താങ്കളിലേക്ക് ശ്രീ കെ ഷഫീഖ്, ഇത് ബി ഗോപാലകൃഷ്ണൻ അങ്ങേയറ്റം നിസ്സാരീകരിച്ച് ഇതിനെ ഒരു രണ്ട് ആളുകളുടെ കുഴപ്പം, എല്ലാ പാർട്ടിക്കകത്തും പല പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ആളുകളുണ്ട്, രാഷ്ട്രീയമായിട്ട് പലതരത്തിൽ ചാഞ്ഞു നിൽക്കുന്ന ക്രിമിനലുകളായിട്ടുള്ള ആളുകൾ നമ്മുടെ നാട്ടിലുള്ള വസ്തുതയാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷേ തിരിഞ്ഞായിരുന്നുവെങ്കിൽ, അതായത് നേർക്കുനേർ പറയാം, രണ്ട് മുസ്ലിം പേരുള്ള ആളുകൾ ആയിരുന്നു ഈ ഘട്ടത്തിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് പിടിയിലായിരുന്നതെങ്കിൽ, ഇങ്ങനെയുള്ളതിൻ്റെ പകുതി ക്രിമിനൽ ആക്ടിവിറ്റി നടത്തിയതിന് പിടിയിലായിരുന്നതെങ്കിൽ ഇതാകുമായിരുന്നില്ല നില എന്ന് സോഷ്യൽ മീഡിയയിൽ അടക്കം ആളുകൾ വ്യാപകമായിട്ട് പറയുന്നുണ്ട്. രാജ്യദ്രോഹത്തിൻ്റെ പേരിൽ, രാജ്യത്തെ ഒറ്റിക്കൊടുത്തതിൻ്റെ പേരിൽ കണ്ടില്ലേ എന്ന് പറഞ്ഞ് ആ സമുദായമാകെ തന്നെയും ചീത്ത വിളിക്കുകയും തല്ല് ഏൽക്കേണ്ടി വരികയും ചെയ്യുമായിരുന്നു. ഇതിപ്പോൾ പക്ഷേ വളരെ ലളിതമായി പറഞ്ഞൊഴിയുകയാണ് അദ്ദേഹം ചെയ്യുന്നത്. ഏത് നിലക്ക് കാണേണ്ടതാണ് ഈ കേസിന്? ഇവിടെ സാധാരണഗതിയിൽ ഒരു സാമൂഹിക പ്രശ്നത്തെ BJP കാണുന്നൊരു രീതിയുണ്ട്. BJP ഏത് സംഭവം ഉണ്ടായാലും ആ സംഭവത്തെ ഇപ്പോൾ ബഹുമാനായ ഗോപാലകൃഷ്ണൻ കണ്ടതുപോലെ അല്ല കാണുന്നത്. ആ സംഭവത്തിൻ്റെ പിന്നിലുള്ള ഗൂഢാലോചന, അത് രാജ്യവിരുദ്ധ പ്രവർത്തനമാക്കി മാറ്റി, വിദേശ ശക്തികളുടെ പങ്കാളിത്തം, ഇങ്ങനെയുള്ള ഒട്ടനവധി തിരക്കഥകൾ നിർമ്മിച്ചുകൊണ്ടാണ് വളരെ ചെറിയ ഒരു പ്രശ്നത്തെ പോലും BJP കാണുന്നത്. ഞാനിപ്പോൾ ഒരു പാർട്ടിയുടെ പ്രതിനിധി എന്ന നിലയിൽ ഇത് BJP ആകമാനം അതിൻ്റെ നേതൃത്വം അറിഞ്ഞു ചെയ്തതാണ് എന്നൊരു വ്യക്തമായ തെളിവ് ലഭ്യമാകാത്തിടത്തോളം അങ്ങനെ ആക്ഷേപിക്കുന്നത് ശരിയല്ല. പക്ഷേ അന്വേഷിച്ചാൽ അത്തരം കാര്യങ്ങളിലേക്ക് പോകേണ്ടി വരും എന്നത് മറ്റൊരു വസ്തുതയാണ്. അപ്പോൾ ഇവിടെ BJP ഒരു കാര്യത്തെ സമീപിക്കുന്ന ഒരു രീതി ഇപ്പോൾ BJPക്കും ബാധകമാണ്. അങ്ങനെ വരുമ്പോൾ ഈ സംഭവം ഒരൊറ്റപ്പെട്ട സംഭവമായി, ഒരു വ്യക്തിയുടെ ഒരു വ്യതിചലനമായി നമുക്ക് ഇതിനെ അങ്ങനെ പരിമിതപ്പെടുത്താൻ കഴിയില്ല. അതിലൊരു പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത്, ഇവിടെ നോട്ട് പിൻവലിക്കലുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾക്ക് ശേഷം രാജ്യത്തെ പൗരന്മാരുടെ സാമ്പത്തിക വിനിമയത്തെ ഗവൺമെൻറ് സസൂക്ഷ്മം നിരീക്ഷിക്കുകയാണ്. അവരുടെ ബാങ്ക് അക്കൗണ്ടുകൾ, അവരുടെ വീടുകൾ, അവരുടെ എല്ലാ സാമ്പത്തിക വിനിമയത്തിനു മേലും ഗവൺമെൻറ് കർക്കശമായ ഇടപാട് നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ സ്വന്തം പാർട്ടിയുടെ അണികൾ അസാധാരണമായ വിധത്തിൽ സാമ്പത്തികമായ പുരോഗതി നേടുന്നു. പ്രത്യേകമായ വരുമാനമില്ലാതെ, ഒരു ജോലി, എണ്ണം പറയാവുന്നൊരു ജോലിയില്ലാതെ, ഒരു സോഴ്സ് ഇല്ലാതെ സംഘടനയെ തങ്ങളുടെ തന്നെ അനുയായികൾ വളരെ പെട്ടെന്ന് സാമ്പത്തികമായ പുരോഗതി നേടുന്നു. അവർ നാട്ടിൽ വലിയ തോതിൽ പണമിറക്കുന്നു, പാർട്ടിക്ക് ഫണ്ട് ചെയ്യുന്നു, സുഹൃത്തുക്കൾക്ക് വാഹനം വാങ്ങി കൊടുക്കുന്നു. അങ്ങനെ വരുന്ന എല്ലാ നേതാക്കന്മാരെയും സൽക്കരിക്കുന്നു, സ്വീകരിക്കുന്നു. എന്തേ BJP ഇത് പരിശോധിച്ചില്ല? അവർ രാജ്യത്തെ ജനങ്ങളുടെ സാമ്പത്തിക നിലയും അവരുടെ സാമ്പത്തിക വിനിമയത്തെയും പരിശോധിക്കാൻ ശ്രമിച്ചൊരു പാർട്ടി ഇവിടെ ശ്രമിച്ചില്ല എന്നിടത്താണ് നമ്മുടെ സംശയം വരുന്നത്. അപ്പോൾ BJPക്ക് ഇതിൽ പങ്കുണ്ട്, BJP നേതാക്കന്മാർക്ക് ഇതറിയാമായിരുന്നോ എന്ന സംശയം അവിടെയാണ് കടന്നു വരുന്നത്. അപ്പോൾ ഒരു പ്രശ്നത്തെ BJP സമീപിക്കുന്ന രീതിശാസ്ത്രം വെച്ച് നോക്കിയാൽ ഇവിടെ ഇപ്പോൾ BJP വിഷയം ലാഘവമായി കാണുന്നത് വളരെ ഗുരുതരമായ തെറ്റാണ്. എന്താണ് NIA വരാത്തത്? അതാണ് ശ്രീ ബി ഗോപാലകൃഷ്ണൻ, എന്തേ BJP ഇത് പരിശോധിച്ചില്ല ഗൗരവത്തോടെ എന്ന ചോദ്യം അങ്ങേയറ്റം വലുതായിട്ട് സമൂഹത്തിൽ മുഴങ്ങിക്കേൾക്കും വരും ദിവസങ്ങളിലും. എന്തുകൊണ്ടെന്നാൽ നിങ്ങളുടെ പാർട്ടിക്ക് നല്ല ശക്തിയുള്ളൊരു സ്ഥലത്ത് നിങ്ങളുടെ പാർട്ടിയുടെ പ്രാദേശിക നേതാവ് അയാളുടെ വീട്ടിലിട്ടിട്ട് ഫോട്ടോസ്റ്റാറ്റ് മെഷീൻ എന്ന പോലെ നോട്ടടിക്കുകയായിരുന്നു. നോട്ട് കള്ളനോട്ട്, കള്ളപ്പണം പിടിച്ച് നാട്ടുകാർക്ക് മുഴുവൻ വിതരണം ചെയ്യുമെന്ന് പറഞ്ഞൊരു പ്രധാനമന്ത്രി രാജ്യം ഭരിക്കുമ്പോൾ അദ്ദേഹം വലിയ തോതിൽ ജനങ്ങളെ മുഴുവൻ, രാജ്യം മുഴുവൻ ബുദ്ധിമുട്ടിക്കുന്നൊരു ഏർപ്പാടിലേക്ക് പോയപ്പോൾ, ഡിമോണിറ്റൈസേഷൻ പോയപ്പോൾ, എങ്കിലും അതുകൊണ്ട് വല്ല ഗുണവുമൊക്കെ ഉണ്ടാകും എന്ന് വിചാരിച്ചിരുന്ന ആളുകളോട് പാകിസ്ഥാനാണ് കള്ളനോട്ടടിക്കുന്നത്, ഈ പറയുന്ന രാജ്യദ്രോഹം മുഴുവൻ നടന്നത് ഇവരാണ് എന്നൊക്കെ ആഞ്ഞാഞ്ഞ് പ്രസംഗിച്ചു കൊണ്ടിരുന്ന ഒരാൾ തന്നെ നിങ്ങളുടെയൊക്കെ കൺമുന്നിൽ വെച്ച്, നിങ്ങളുടെ അയൽവാസിയായിട്ടുള്ളൊരു നേതാവ്, നിങ്ങൾക്കൊപ്പം തോളോട് തോൾ ചേർന്ന് നിന്നൊരു നേതാവ് കള്ളനോട്ടടിക്കുകയായിരുന്നു. ശ്രീ ഗോപാലകൃഷ്ണൻ, കള്ളനോട്ട് അച്ചടിച്ച് വിതരണം ചെയ്യുകയായിരുന്നു. വാഹനത്തിൽ കയറി പെട്രോൾ പമ്പിൽ ചെന്നുകൊണ്ട് കൊടുക്കുക, മത്സ്യത്തൊഴിലാളികൾക്ക് കൊടുക്കുക. ലജ്ജ കൊണ്ട് തല താഴ്ത്തി ഈ പാർട്ടി ഒരു 5 കൊല്ലത്തേക്ക് നാട്ടുകാർക്ക് മുന്നിൽ വരുന്നില്ല കേരളത്തിൽ എന്ന് പറഞ്ഞ് പരാജയം സമ്മതിച്ച് പിന്നോട്ട് പോയി ഞങ്ങളോട് ക്ഷമിക്കണമെന്ന് നാട്ടുകാരോട് പരസ്യമായി പറയുന്നതിന് പകരം മറ്റ് രാഷ്ട്രീയ പാർട്ടികളുടെ കുറ്റങ്ങൾ അവരും ചെയ്തിട്ടുണ്ടല്ലോ ഇത് എന്ന് പറയുന്നത് പരിഹാസ്യമായിട്ട്, വലിയ തോതിൽ പരിഹാസ്യമായിട്ട് കാണപ്പെടുകയില്ലേ ശ്രീ ഗോപാലകൃഷ്ണൻ? അതായത് BJP എന്ന് പറയുന്ന പ്രസ്ഥാനം കേരളത്തിൽ പ്രവർത്തിക്കാതെ അയ്യോ ഞങ്ങൾ പ്രവർത്തിക്കുന്നില്ലേ എന്ന് പറഞ്ഞ് അത് തിരിച്ചുവിടാനും അത് ഇല്ലാതാക്കാനുമുള്ള ബോധപൂർവമായ ശ്രമം കുറെ നാളായാലും നിങ്ങളെല്ലാം തുടങ്ങിയിട്ട്. നിങ്ങൾ ആരും BJPക്ക് അനുകൂലമായിട്ട് ഒരു ചർച്ചയും സംഘടിപ്പിച്ചിട്ടില്ല, BJPക്ക് അനുകൂലമായിട്ടൊരു വാക്ക് നിങ്ങൾ സംസാരിച്ചിട്ടുമില്ല. അപ്പോ നിങ്ങൾ കയ്യിൽ കിട്ടിയ ഒരു ആയുധം എടുത്തുകൊണ്ട് നിങ്ങൾ അതിശക്തമായി ഞങ്ങൾക്കെതിരെ ആരോപിക്കുന്നു. ഞാൻ ഇതിനെ ന്യായീകരിക്കാൻ ഒന്നും തയ്യാറല്ല. ചെയ്തത് തെറ്റാണ്, അത് 2 വ്യക്തികൾ ചെയ്തതാണ്. ആ വ്യക്തികൾ ചെയ്ത തെറ്റിനെ ഞങ്ങൾ അന്ന് തന്നെ